ഇപ്പം ഞാൻ നിൽക്കുന്നത് നെടുങ്കയം ഫോറസ്റ്റിലാണ്. അതായത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ഒരു ഫോറസ്റ്റിലെത്താം. ഈ പാലം വരെയുള്ള വണ്ടികൾ അലൗഡ് ഉള്ളൂ. പിന്നീട് നമുക്ക് വണ്ടി ഇവിടെ നിർത്തിയിട്ട് അങ്ങോട്ട് നടന്നു പോകാം. ഇവിടെ 2 പാലങ്ങളാണ് ഉള്ളത്. ഈ 2 പാലങ്ങൾ നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. ഏകദേശം 90 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ ഒരു പാലത്തിന്. 1931 ഈ പാലം നിർമ്മിച്ചത്. ഈ പാലത്തിനടിയിലൂടെ ഒഴുകുന്ന പുഴയാണ് കരിമ്പുഴ. ഇത് പിന്നീട് കുറച്ചധികം ദൂരം സഞ്ചരിച്ച് ചാലിയാറുമായി കൂടിച്ചേരും. ഇ ഡി ഡോസൺ എന്ന വ്യക്തിയാണ് ഈ ഒരു പാലം നിർമ്മിക്കാൻ മുൻകൈ എടുത്തയാൾ. പിന്നീട് അദ്ദേഹം ഈ ഒരു പുഴയിൽ തന്നെയാണ് മുങ്ങി മരിച്ചതും. അദ്ദേഹത്തിനെ അടക്കം ചെയ്ത സ്ഥലം ഇവിടെ തന്നെയാണ്. ചോലനായ്ക്കർ വിഭാഗക്കാരുടെ പ്രതീകമായിട്ടാണ് ഈ പ്രതിമകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അവരെ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഏകദേശം 10-25 കിലോമീറ്റർ അധികം ഉള്ള ഏരിയയിലേക്ക് പോകണം. പബ്ലിക്കിന് ഒട്ടും അലൗഡ് അല്ലാത്തൊരു സ്ഥലമാണത്. ആഴ്ചയിൽ ഒരു തവണ മാത്രം വണ്ടി അങ്ങോട്ട് പോകാറുള്ളത് ബുധനാഴ്ചകളിൽ. അവർക്ക് വേണ്ട റേഷനറികളും സാധനങ്ങളും കൊണ്ടുപോകുന്നത് ഈ ഒരു ദിവസമാണ്. അവരുടെ ബാക്കിൽ തൂക്കിയിട്ട കൊട്ട കണ്ടില്ലേ? കാട്ടിൽ നിന്നും ശേഖരിച്ച വള്ളികളും നാരുകളും കൊണ്ട് നിർമ്മിച്ചതാണത്. ഈ കൊട്ട ഉപയോഗിച്ചാണ് സാധനങ്ങൾ അവർ ചുമന്നു കൊണ്ടുപോകാറ്. വൈകുന്നേരമായി മഴയൊന്നു കുറഞ്ഞപ്പോൾ ആടുകളെ മേയ്ക്കാൻ ഇറങ്ങിയതാണ് ഇവർ. ഇവരുടെ കൂടെ കുറച്ച് നായകളും ഉണ്ട്. വല്ല ആനിമൽ പ്രസൻസും ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് കൂടെ കൂട്ടിയിട്ടുള്ളത്. പുറത്തുനിന്ന് വന്നവർ ഇവിടെ നിൽക്കണം. ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. കയ്യിൽ കുറച്ചധികം സാധനങ്ങളും ഒപ്പം കൈക്കുഞ്ഞുമുണ്ട്. പക്ഷേ സാധാ പോകുന്ന റൂട്ടിലൂടെ പോകാനൊന്നും പറ്റില്ല. പോകുന്ന റൂട്ടിൽ ആന ഇറങ്ങിയിട്ടുണ്ട്. എത്രയോ കിലോമീറ്ററുകൾ അധിക ദൂരം സഞ്ചരിക്കണം ഇനി താമസ സ്ഥലത്തെത്താൻ. ഇതാണ് ഇവിടുത്തെ സ്കൂൾ. കാടിൻ്റെ ആഴത്തിൽ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചെറിയ സ്കൂൾ. വനത്തിൽ താമസിക്കുന്ന ആദിവാസി കുട്ടികൾക്കായി ആരംഭിച്ച ഒരു പഠന കേന്ദ്രമാണിത്. ഇവിടുത്തെ പഠനം വെറും പുസ്തകങ്ങളിൽ ഒതുങ്ങുന്നതല്ല. കാടും നദിയും മരങ്ങളും ഇവരുടെ ക്ലാസ് മുറികളാണ്.
പുഴകളൊക്കെ നിറഞ്ഞൊഴുകിയത് കൊണ്ട് ആനകൾ അപ്പുറം കടക്കാതെ ഇവരുടെ വീടിനടുത്ത് തന്നെ ഉണ്ടാവും, പ്രത്യേകിച്ച് രാത്രി കാലത്ത്. ഇവിടുത്തെ മരങ്ങളൊക്കെ ഒരുപാട് ഹൈറ്റുള്ള മരങ്ങളാണ്. ഒത്തിരി കഷ്ടപ്പെട്ടു ഈ ഒരു വിഷ്വൽ എടുക്കാൻ, ഒരുപാട് സൂം ചെയ്തു. മഴക്കാലമല്ലേ, മഴ പെയ്യാൻ തുടങ്ങി. കോടികളുടെ മൂല്യമുണ്ട് ഇവർക്ക്. നിലമ്പൂരിനെ ലോകത്തെ അറിയിച്ചത് ഇവരാണ്. ചരിത്രം ഇവിടെ അവസാനിക്കുന്നില്ല. അപ്പോൾ ഒരു മടക്കയാത്രക്ക് സമയമായി, വൈകുന്നേരം സന്ധ്യാസമയമായി. അപ്പോൾ ഇനി എന്താ, ഈ മഴക്കാഴ്ച, കാടിൻ്റെ മഴക്കാഴ്ചയും കൂടി കണ്ടിട്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഓക്കെ, ബൈ.